Hi everybody, welcome to FTQ Faces Question. ഞാൻ രേഖ. ഇന്ന് FTQ Plus. ഇപ്പോൾ ഞാൻ FTQ Plusലാണല്ലോ കുറേ നടക്കുന്നത്. ഇന്നത്തെ എൻ്റെ ഫിലിം സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്ന ആൾ ഇറ്റ്സ് വെരി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. നിങ്ങൾ പറയുമ്പോൾ ഇത് എല്ലാ പ്രാവശ്യം പറയുന്നതാണ്. അല്ല, എല്ലാ പ്രാവശ്യം പറയുന്ന മാതിരിയില്ല. എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഈ എന്താ പറയുക ജെം ബണ്ടിൽ ഓഫ് ടാലൻറ്റ്, പേഴ്സൺ വിത്ത് എന്താ പറയുക $1 million സ്മൈൽ എന്നെല്ലാം പറയാം. എന്നാലും എനിക്ക് ഒറ്റ വാക്കിൽ one of the strongest women I know, Mamta Mohandas. കഴിഞ്ഞു ഇങ്ങനെ മാച്ചിങ്ങിന് കൊണ്ടുകൊടുക്കും. ഇതൊക്കെ നോക്കൂ, ഇത് മാച്ചിങ് ഉടുപ്പിന് മാച്ചിങ് വാട്ടർ ബോട്ടിൽ, ഇനി ഒരു സ്കൂൾ ബാഗ് കൂടി കൊടുത്താൽ മതി, എന്നിട്ട് നേരെ കിൻഡർ ഗാർഡനിൽ പോയിരിക്കുക. സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അതും അങ്ങനത്തെ ഒരു രാജ്യത്ത്, റൈറ്റ്? സോ എനിക്ക് തനക്ക് തോന്നിയോ ഇനി പ്രിവിലേജ്ഡ് ലൈഫ്, കറക്റ്റ്, ദാറ്റ്സ് എ വേർഡ്, പ്രിവിലേജ്ഡ് ലൈഫ്. ഇനി why should I do movies? Why should I marry? Why should I have a boyfriend? അങ്ങനെയൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തരത്തിലും ഇതൊരു ഇന്റർവ്യൂ പോലെയോ one of the pluses that you do, you know. സത്യം, അതെ, ഒരു പ്ലസ്. How strong are you, my dear? You tell me. First of all, hi. I told you that when we have a talk, ഒരു തരത്തിലും ഇതൊരു ഇന്റർവ്യൂ പോലെയോ one of the pluses that you do, you know. സത്യം, അതെ, ഒരു പ്ലസും ഇല്ല. We will just, this is like കൈവിട്ട കളിയാണ്, നമുക്ക് എന്ത് വേണമെങ്കിൽ സംസാരിക്കാം. മമത, എക്സാക്ട്ലി. മമത, നമ്മൾ എപ്പോഴും ഈ ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം LA പ്ലാൻ ചെയ്തു, പിന്നെ ചെന്നൈയിൽ പ്ലാൻ ചെയ്തു, പിന്നെ എവിടെ ദുബായിൽ പ്ലാൻ ചെയ്തു, ഫൈനലി ഇൻ പേഴ്സൺ കണ്ടിരിക്കാനാണ് യോഗം. സോ I'm so happy. I saw you സീരീസ് ഓഫ് ഇന്റർവ്യൂസ്, നടന്നും കിടന്നും ഇരുണ്ടും ഒക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു ലാൽ ജോസിന്റെ കൂടെ ആദ്യമായിട്ടുള്ള സിനിമയാണല്ലോ. ആൻഡ് ദെൻ ഐ റിമെമ്പർ യു ടെലിംഗ് മീ, ഞാൻ പോവാണ് ലാൽ ജോസിന്റെ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ലാൽ സാർ പറഞ്ഞു 3 കുട്ടികളുടെ അമ്മ എന്നിട്ട് 3 കുട്ടികളുടെ അമ്മയോ എന്ന് ചോദിച്ചു മമത എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ആ റോള് സുലേഖനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം? Just like I would accept anything else that I want to do. അത്രയേ ഉള്ളൂ. അതിന്റെ പിറകില് എന്തെങ്കിലും ഈ കുട്ടികളുടെ അമ്മയുടെ തോട്ട് ക്രോസ്, of course it crosses. I'm not going to be, I'd be lying to you if I say that if I did not pause for a moment when I was hearing the plot, അല്ലേ? I asked him, sir, ഞാൻ എന്നെ തന്നെ mid-20s എനിക്കൊരു മെറ്റേണൽ, നമുക്ക് എല്ലാവരും see we are all raised thinking that by mid-20s early 20s you getting married, you're going to have a child, അല്ലേ? ടീനേജിൽ തന്നെ I think I'm a typical Indian like girl, especially നാട്ടിലല്ല overseas വളരുമ്പോൾ you tend to have that little more strong because നമ്മൾ ഒറ്റയ്ക്കാണ് അവിടെ. അപ്പോൾ ഫാമിലി വേണം എന്നുള്ള ഒരു ഇത് വെച്ച് we are growing up. Mid-20s my maternal instincts were so strong, Rekha. Like it was so, I was like, I knew that, you know, that this is how I'm going to feel when I hold a child. And that used to be very honest even when I held a child in my hand. Especially the movie eduthu parayan petta, I played Dr. Vidya Lakshmi, Satyan sir inde Kadha Tudurnu. Okay, and we've come such a long way. Anika is like a grown-up girl right now. ഹീറോയിൻ ആവാൻ തുടങ്ങി ഇപ്പം. സോ അന്നൊക്കെ ആ ഫീലിംഗ് ഭയങ്കര ഓണസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല സാർ, എനിക്ക് 3 പോയി 2 പോയി ഒരു കുട്ടീൻ്റെ അമ്മ പോലും ആയിട്ട് എനിക്ക് ആ ഒരു ഓത്തന്റിസിറ്റി എനിക്ക് ഫീൽ ചെയ്യില്ലല്ലോ. ഇത് എങ്ങനെ 3? ഓക്കെ, നിങ്ങൾ കഥ പറയാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയായിരുന്നു. മമതയുടെ ലൈഫ് നോക്കിയാൽ തന്നെ എനിക്കറിയാം ദാറ്റ് യു ഹാവ് ടേക്കൺ സർട്ടൻ ഡിസിഷൻസ്. അത് താങ്കളുടെ മനസ്സിൽ അന്ന് അപ്പം എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ്? ഈവൻ യു, അപ്പോൾ എനിക്കറിയാം ആൾക്കാർക്ക് ഒരു സ്പെക്കുലേഷൻസ് ഉണ്ട്. ഓ, മമത എവിടെയാണോ, മമത US-ലാണോ, മമത എവിടെയാ, ഇനി ഒരു യു ഡോണ്ട് ഹാവ് എനി സ്പെസിഫിക് വീട്. ബഹ്റിനിലാണ് എന്നറിയാം. പിന്നെ USA ഉണ്ട്, LA വീടുണ്ട്, ചെന്നൈയിലുണ്ട്, കൊച്ചിയിലുണ്ട്, കോഴിക്കോട് എന്തായാലും ഉണ്ട്, തറവാട് അവിടെയാണ്. ഇനി ഏതൊക്കെ സിറ്റിയിലെ കുട്ടി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? I hope not anymore because ഇതിലും കൂടുതൽ I can't fragment myself. ഈ പല പല സിറ്റികളിലും ജീവിക്കാനായിട്ട് അത് എന്താ പറയുക, ടോട്ടൽ എന്താ വെച്ചെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടാണ്, അല്ലെ? ഒന്നുമില്ലെങ്കിൽ LA പോകുമ്പോൾ അതിൻ്റെ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഓരോ സിറ്റിയിൽ നിന്നും മമത എടുത്ത ലേണിംഗ് എന്താണ്? നമ്മളിപ്പോൾ നമുക്കറിയാം കോഴിക്കോട് പോകുമ്പോൾ നമ്മുടെ മെൻ്റൽ ഒരു ഇത് മാറും. ബിക്കോസ് പെട്ടെന്ന് എന്താ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഓർമ്മ വരും. LA പോകുമ്പോഴും ചെന്നൈ വരുമ്പോഴും, ചെന്നൈയിൽ വെൽവെറ്റിൻ റാബിറ്റാണ് നമുക്കറിയാം, അതെ. പക്ഷെ അല്ലാണ്ട് തന്നെ വേറെ ഒരു ചെന്നൈ അങ്ങനെ ആയി മാറിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൗ, റൈറ്റ്? ബിക്കോസ് ചെന്നൈ യൂസ്ഡ് ടു ബി ദ ഹാർഡസ്റ്റ് പ്ലേസ് ഫോർ മീ ടു ഗോ ടു. Even though that is a city that I've always wanted to want me more in terms of work. Okay, and that when that did not happen, few years later it became
hospital visits. Satyam. And that went on for like what, 6 years of non-stop, like in and out, you know, in and out. Dark days are ഓർമ്മ വരുന്നത് Chennai. And then we started like hanging out. And it became cool. അപ്പോൾ അതാണ് ഓരോ സിറ്റിക്കും ഓരോ വിശേഷങ്ങളുണ്ട് കുട്ടിക്ക്, ഒരു കഥയുണ്ട്. അപ്പോൾ താങ്കളുടെ LA സ്റ്റോറി എന്താണ്? എൻ്റെ LA സ്റ്റോറി, എൻ്റെ ഫസ്റ്റ് ടൈം മൈ ബോഡി ഇസ് ഫീലിംഗ് ഒരു ഹീലിംഗ് എനർജി വെൻ ഐ മൂവ് ടു LA. ഓക്കെ, ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് ദാറ്റ് ലൈഫിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടോ, എന്തൊക്കെ അപ്ബ്രിങ്കിങ്ങിൽ നമ്മുടെ വാട്ട് എവർ യുനോ കണ്ടീഷനിങ് ഉണ്ടായതെല്ലാം, for the first time I broke free from everything when I went to LA. And along with that came, along with experiencing that level of freedom, also came, you know, the healing freedom. It's all kind of blended. That's what I'm saying. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു ഇമോഷൻ, ബിക്കോസ് ഐ മൂവ് ഫോർ എ വെരി സ്പെസിഫിക് റീസൺ. എൻ്റെ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂവ് ചെയ്തത്. ബിക്കോസ് ആ സമയത്ത് ആ പെർട്ടിക്കുലർ ഡ്രഗ് ഇമ്മ്യൂണോതെറപ്പി വാസ് അവൈലബിൾ ഓൺലി ദെയർ. And move edapam, the other thing that I wanted to mention, it's freedom, healing, and resignation to life. Resignation to the fight. Okay, I resigned from the fight that I was dealing with for a long time. That's a brilliant thought, yeah. Okay, that is what gave me that ultimate freedom. And that and the real growth begins at that point and I feel you. And I strongly believe in that. You know, there are these videos by Joe Dispenza. I don't know if you have watched, if you've come across some of them. Each memory creates a print in your body, you know, in your cells. And ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രിൻസ് എനിക്കുള്ളത് ലോസ് ആഞ്ചലസിൽ മൂവ് ചെയ്തതിന് ശേഷമാണ്. ആൻഡ് ദാറ്റ് ഹാഡ് സോ മച്ച് എനർജി ഇൻ ഇറ്റ്, സോ മച്ച് പോസിറ്റിവിറ്റി ആൻഡ് സോ മച്ച് ലൈറ്റ് ഇൻ ഇറ്റ് ദാറ്റ് എൻ്റെ 6 to 7 years of dark years got erased, the memories of that. Okay. You know, so all the negative imprints in my body got erased. And I think എൻ്റെ ട്രൂ ഹീലിംഗ് അവിടെയാണ് തുടങ്ങിയത്. അപ്പം ഓട്ടോമാറ്റിക്കലി വി ഹ്യൂമൻ എഫിലിയേഷൻ ആ സിറ്റിനോടല്ലേ വരിക. നോട്ട് ബിക്കോസ് ദാറ്റ് ഇസ് ഐ ഫാൻസീഡ് അമേരിക്ക, നെവർ ഡിഡ്. നോട്ട് വൺസ് ഡിഡ് ഐ വാണ്ട് ടു ഗോ ലിവ് ഇൻ അമേരിക്ക. ജീവിതത്തിലെ ഒരു പേജ്, ഒരു ഏഡ് LAയിലുള്ളത് given you lot of positivity. Yeah, and right? It's my destiny that just took me there. Adana. So our resignation to life, how many people get to experience that when they're in their late 20s? Correct. That's like, there's nothing left to fight. This is life, let it go. If you're meant to live, you will live. If you're meant to go, you will go. Athre undarunallo. I thought about my family, but I knew that even if I was going to see them again before I left, they will only see me smile, because I'm going to plan that, yeah. You know, because now I have the space. They're not going to see my painful days anymore. So our resignation to life, enduru beautiful ഒരു ജേർണി ആയിരുന്നു എന്നറിയോ. അതിന് തിരിച്ചു വന്നപ്പോൾ മമത കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു അതിന് തോട്ട് പ്രോസസ്. വെൻ യു കം ബാക്ക് ടു ഈ ഒരു സിനിമ വേൾഡിലേക്ക് തിരിച്ചു വരണമല്ലോ, ലൈറ്റ് ക്യാമറ ആക്ഷൻ പ്രൊമോഷൻ കോസ്റ്റ്യൂം ചെക്ക് ജിമ്മിങ് ഫുഡ്, തിരിച്ചു വന്നപ്പോൾ എങ്ങനെയായിരുന്നു? അതെ, ആൾക്കാർക്ക് തോന്നിയോ ഇയാൾ മാറിയുന്നത്? രണ്ട് തരത്തിലെടുക്കാം. അമേരിക്കയിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു ലെവലിലേക്കും നോ ബട്ട് ഷീ ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് എന്ന് പറയുന്ന രണ്ട് രീതി. ആ ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വെൽക്കം ഉണ്ടായിരുന്നോ എന്നുള്ളത് ഐ ഡോണ്ട് സീ ഇറ്റ് ഇൻ ദി എനർജി ആൻഡ് പീപ്പിൾ. ബട്ട് യു ഡോണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു എത്രയോ കാലമായി കുട്ടി, 15 years? 16 years, വർഷം 16. അപ്പോൾ അതിൽ ഇനി ആക്സെപ്റ്റൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ യു സ്റ്റിൽ ലോങ് ഫോർ ദിസ് കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിലുള്ളൊരു മാനിഫെസ്റ്റേഷൻ തോന്നാറുണ്ടോ? I like to be around joyful people. Positive people. Do I always find that here? And see, I will end up comparing. Correct. Okay, you always say, okay, ഒരു സ്ഥലത്തിന്റെ പരിമിതികൾ അനുസരിച്ച് വേണം കമ്പയർ ചെയ്യാൻ. You cannot compare Cochin and Los Angeles. അത് കറക്റ്റാ. But can I compare the spirit that a human being has? Definitely I can. Yes. അത് incomparable ആണ്. So energy always makes you, അല്ലേ? energy is everything for me. തമിഴ്നാട്ടിലാണെങ്കിൽ സാർ ഉங்க നെക്സ്റ്റ് പടം ഏതാന്നാ ചോദിക്കുക. അയ്യോ നിങ്ങൾ ரொம்ப നല്ല റോസ് ആയിരിക്കും എന്നൊക്കെ പറയത്ര അങ്ങനെ കാണും. പക്ഷേ നാട്ടിൽ വന്നാൽ ഇപ്പൊ പടമൊന്നും ഇല്ലേ? ഇത് രണ്ടിനും വലിയ അർത്ഥമുണ്ട്. You know, the way people perceive things. അപ്പോൾ അത് അങ്ങനെ അത് തോന്നിയില്ലോ. No, it's the feeling that you want to leave a person with.
അല്ലേ നമ്മളിപ്പോ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഫീലിംഗ് ഡു യു വാണ്ട് ടു ലീവ് ഇൻ ദാറ്റ് പേഴ്സൺ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ അപ്പൊ പറഞ്ഞു നോവിപ്പിക്കാൻ someone is shining, they want to dull your shine. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? Not directly, indirectly, and even if ഇപ്പൊ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഓണസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ റിയാക്റ്റീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഞാനൊരു സാധനം പറയുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയോ കാലം അത് പറയാതെ ആലോചിച്ച് ചിന്തിച്ച് ഒരു അവസരം നോക്കുമ്പോൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതെ, എന്റെ കൂടെ നടക്കാമോ? ഓക്കെ, ഞാൻ ചോദിച്ചത് എന്താണെന്നറിയാം, ഈ ലോസ് ഏഞ്ചൽസിൽ ജീവിക്കുമ്പോണ്ടല്ലോ, ഐ മീൻ വുമൺ സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അതും അങ്ങനത്തെ ഒരു രാജ്യത്ത്, റൈറ്റ്? സോ എനിക്ക് നിനക്ക് തോന്നിയോ ഇനി പ്രിവിലേജ് ലൈഫ്, കറക്റ്റ്, ദാറ്റ്സ് എ വേർഡ്, പ്രിവിലേജ് ലൈഫ്, യുനോ. പക്ഷേ അതിൽ കൂടുതലായിട്ട് ഐ മീൻ തോന്നിയിട്ടോ എനിക്കിനി വൈ ഷുഡ് ഐ ഡു മൂവീസ്, വൈ ഷുഡ് ഐ മാരി, വൈ ഷുഡ് ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്, അങ്ങനെയൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സറണ്ടറിന്റെ ഒരു പീരിയഡിലായിരുന്നു, വിച്ച് ബേസിക്കലി വാസ് ഡൺ ആൻഡ് പ്രോബബ്ലി അറിയാതെ സംഭവിച്ചതാണ്. ഇറ്റ് വാസ് എ റിയലൈസേഷൻ ദാറ്റ് ഐ ഹാഡ് ഇൻ 2014 when I moved there, and I went through that complete phase of surrender. And അത് automatically a person who is beginning to believe that ചിലപ്പം maybe 3 to 5 months down the road, maybe I might not have life itself, right? അപ്പോൾ എല്ലാം ചെയ്യാനുള്ള ആഗ്രഹം തോന്നുന്നു. എല്ലാം ചെയ്യാനുള്ള ആഗ്രഹവും ഉണ്ട്, വരും, ധൈര്യം വരും. എന്ന് വെച്ചാൽ യുവർ ലൈക്ക് ഈ ബാക്കിയുള്ള അറ്റാച്ച്മെന്റ്സ് മുഴുവൻ മാൻമെയ്ഡ് ആണെന്നുള്ളത് മനസ്സിലായി. അതെ, അതിപ്പം എന്തു ആവാം, സിനിമ, വരുമാനം, മാരേജസ്, ലവ്, എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസി വരുന്നില്ലേ അതിന്റെ മുകളിൽ. സി വി ആർ ഡിപ്പെൻഡന്റ് ഓൺ ഓൾ ദോസ് വേൾഡ്ലി തിങ്സ്. We can all choose. See, in that phase, it's interesting. Okay, someone asked me, "Appam, you could have become a monk, right?" Maybe I could have become a monk. Like if I wanted to end up becoming a Jay Shetty, maybe I can. You know what I'm saying? So other honest realization aayirunnu. So even when someone like Jay Shetty went, on his, his pilgrimage, and he went so that, I think he read that book and he met a monk and he's had so many of those transformations. Pakshe, he chose to make the rest of his life a path of how to apply what he realized into modern day living. That's what he does. Pakshe, what I chose to do is, okay, I'm already an actor, already an established career, and even if I need to adu thirichu pidikkanengil, I'm going to choose to live my life a little differently. അപ്പോൾ ഈ ലൈഫ് ഡിഫറെൻ്റ് പോയിന്റിൽ അറ്റ് ദിസ് പോയിന്റ് ആൾക്കാർക്ക്, ഞാനിത് വേറെ ആരോട് ചോദിച്ചു ഇതുമാതിരി, ഐ തിങ്ക് ഐ ആസ്ക്ഡ് ഉണ്ണി മുകുന്ദൻ ദിസ്. ഫോർ എ മാൻ ഓഫ് കോഴ്സ് ഹീസ് വെൽ സെറ്റിൽഡ്. ഫോർ ലേഡി അറ്റ് ദ എൻഡ് ഓഫ് ഒരു ലേറ്റ് 20s ഒക്കെ ആകുമ്പോൾ സെറ്റിൽ ആവേണ്ട സമയമായി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സെറ്റിൽ ആവാൻ ട്രൈ ചെയ്തിരുന്നല്ലോ. അതെ, അപ്പോൾ അതിൽ വരുമ്പോൾ വാട്ട് ഈസ് ഈ വെൽ സെറ്റിൽഡ്? Your idea of well settled എന്താ? My idea of well settled is to be I've experienced a certain degree of happiness. Okay. അത് എല്ലേ തന്നെയാണ് ഞാൻ ആ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സും എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തത്. ഇഫ് അറ്റ് ഓൾ ഐ ഹാവ് ടച്ച്ഡ് ദാറ്റ് പിനക്കിൾ, യു നോ വാട്ട് ഐ ആം സേയിങ്, ആ സ്റ്റേറ്റ് ആണ് എൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ്. എന്താ പറയാ, ആ ഒരു പോയിന്റ് സെറ്റിൽഡ്, അതാണ് എൻ്റെ സെറ്റിൽഡ് പോയിന്റ്. ഓക്കെ മമത, ഓരോ പ്രാവശ്യവും നമുക്കിങ്ങനെ ഒരു യു നീഡ് ടു ഹാവ് ചില ഘട്ടങ്ങളിൽ ചില മെഡിക്കൽ ഇതിലേക്ക് പോകണം, എല്ലാണെങ്കിലും. സോ ഞാൻ ഈ വൺ ഓഫ് ദ സ്ട്രോങ് വുമൺ ഞാൻ അവിടെ പറയാൻ കാരണം, ഐ ഹവ് സീൻ യു ഫോർ എനി ഫേസസ് ചേഞ്ച്. I just came in, I'm just going there, I'm shooting there, I have an ad, I have a photo shoot, you came on the cover magazine. ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ കൂടിയും ഇത് ബാക്ക് ഓഫ് മൈൻഡിൽ യു ഹാവ് ജസ്റ്റ് സട്ടിലി അതിനെ കൊണ്ടു നടന്ന് ഓരോ പ്രശ്നങ്ങളും തനിയെ അതിനെ ആവാഹിച്ചെടുത്തു എന്ന് ഞാൻ പറയും. ആ സമയത്തുണ്ടായിരുന്ന ഈ മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മൾട്ടി ടാസ്കിങ്ങിൽ, പക്ഷേ ദിസ് ഈസ് എ ബിഗർ മൾട്ടി ടാസ്കിങ്, ബീങ് അലൈൻ ടു യുവർ മെഡിക്കൽ പ്രോബ്ലം. അപ്പോൾ അതെങ്ങനെയായിരുന്നു? I don't know how to ഒരു ഡെഫിനറ്റ് ആൻസർ എനിക്ക് അതിന് തരാൻ പറ്റില്ല. സി, മൈ പ്രോബ്ലംസ് with my medical health has never really come to a full stop where it's fully behind me. Okay, let us say the cancer is out of me. There are side effects of that comes, that surfaces a few years later. So
but of course നമ്മളിപ്പം ഡെയിലി ഇൻസുലിൻ എടുത്ത് ജീവിക്കുന്നത് പോലെ you would say that okay, there are some things that I need to be on to maintain, and all of that നേരത്തെ പറഞ്ഞ imprints കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. You get what I'm saying, like memories of the bad days. But the good thing is, by keeping myself in a positive environment, which is why I travel between places very often, okay, because ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ, like I said, it can dull your shine, you know. ആൻഡ് ഒരുപാട് ഭ്രമരം എന്നൊക്കെ പറയുന്നത് പരിവിക്കുന്നത് വെട്ടും, സോറി, ഭ്രമം, യുനോ, വേറൊരു അവതാറിലെ കണ്ടേ, ഐ മീൻ, ഓ മൈ ഗോഡ്. സോ ഐ മീൻ, നമ്മൾ വിചാരിക്കാത്ത മമതയാണ് കണ്ടത്. ആദ്യത്തേത് കഴിഞ്ഞിട്ട് then you became very, എന്താ പറയാ, nasty, wicked, of course. Yes, I love that game face, you know. അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. I mean, see, if you look at it, Rekha, aren't we all in one way or the other നമ്മളെല്ലാവരും opportunists അല്ലേ? Like, why do you have to hide the fact that you are an opportunist? Correct. But am I a sly opportunist? No, I'm not. അതെ, അങ്ങനെ ഓപ്പർച്യൂണിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ, സോ ഇങ്ങനെ ഈ ഇതല്ല, നോട്ട് എ ബ്രഹ്മം ക്യാരക്ടർ, ബട്ട് ജീവിതത്തിൽ ചില ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് കൈക്കലാക്കാനായിട്ട് യു നീഡ് ടു ഡു സം കൈൻഡ് ഓഫ് എ ഗെയിം ഫോർ യുവർ സെൽഫ്. അത് തൻ്റെ സെൽഫ് ഗെയിം ആണ്, ഡിഫെൻസ് ആണ്. അങ്ങനെ സെൽഫ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും വി ഓൾ ഗോ ഫോർ ഒരു ഇന്റർവ്യൂ പോയാലും ഇത് തന്നെയല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് സ്വയം ഒരു പര്യാപ്തത അല്ലെങ്കിൽ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറ് സാധാരണ? If I need to if at any moment I would call myself an opportunist, is when I might but my parents might need me to, you know, stay an extra 5 days in India, or stay closer to them, or because I'm always with them, you know. I will tell them package. They've been amazing, but as much as that, you also need to understand that not every modern mid-30s woman would like to spend all her time with her parents. I mean, it's natural. I've heard that from several people. Not that I care. I know that I care about my parents. I care. I have spent more time with, I have done things for, more than any of my friends have done for their parents. Because എല്ലാവരും ഏകദേശം mid-20s, you know, late 20s, they get married, they have kids. Some of them even decided to not even care about what their families are saying and has gotten married. You know, അതെല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ആ ഗേൾസിന് ഒരു കുട്ടി ഉണ്ടാകുമ്പോഴാണ് അമ്മേന്റെ വാല്യൂ ശരിക്കും മനസ്സിലാവുന്നത്. അയ്യോ, I shouldn't have hurt her, because I remember, like, you know, you gotta, I'll marry over your dead body എന്നുള്ള ഡയലോഗ് വരെ എത്തിയിട്ട് കല്യാണം കഴിച്ച പെൺകുട്ടികളുണ്ട്. പക്ഷെ I can't do that. You know, I have been indebted to my family from the age of 26, I would say. Appam njan idinathum, so keeping that context in mind, when I say I'm an opportunist, you should understand എത്തരത്തിലുള്ള opportunity ആണ് ഞാൻ പറയുന്നത്. It's just to get ഒരു 3 days break, go to LA, ഒന്നും ആ ഓഷനിലൊന്നും ഒറ്റയ്ക്ക് സ്ലീപ്പ് ആൻഡ് വേക്ക് അപ്പ്, you know, in my own time. ചിലപ്പോൾ എനിക്കൊന്ന് 12 മണിക്കൂർ ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതാണ് ഞാൻ സ്റ്റീൽ ചെയ്യുന്ന എൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. ഭയങ്കര മതിപ്പാണ് towards women who are married, have children, running a business, successful business at the same time, still manage to steal time from that and do a vacation with their how are they doing all this? ഞാൻ ഇടയ്ക്ക് വിചാരിക്കും, എൻ്റെ പാസ്റ്റിലത്തെ കോംപ്രമൈസ്ഡ് ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് അത്രയും സാധനങ്ങൾ ഒന്നിച്ച് ചിലപ്പോൾ വാങ്ങാൻ പറ്റില്ലായിരിക്കും. ബട്ട് മണി ഹൗ ഇസ് ഇറ്റ്? ഈ പൈസ എന്ന് പറയുമ്പോൾ എല്ലാവരും മണി മാറ്റേഴ്സ്, മണി ഈസ് എവറിത്തിങ്. പ്രിവിലേജ്. അതെ, coming back to the word privilege. Started with privilege, we're coming back to. പൈസക്ക് എത്രത്തോളം എന്താണ് പൈസ? If you ask me fame or money, I would choose money. Money will come only if you work hard. That's correct. Okay, you've definitely either lost time, lost energy. Lost nu parayan pattilla. You're putting energy, putting in time to make money. Appam ee so called ഒരു comfortable / privileged life lead ചെയ്യണമെങ്കിൽ you need to work hard for it. In fact, COVID സമയത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഇത്, keeping money, keeping the future in mind, was for the first time in my life I decided to get a roommate so that my rent can be shared. Okay. In my early 30s or mid 30s, am I interested to you know, live with another woman who is a complete stranger to me?
എങ്ങനെ നടത്തിയത്? ഈശ്വര, എനിക്ക് ആലോചിക്കുമ്പോൾ മമത ഒരാളുടെ റൂം ഷെയർ ചെയ്തു. ബേസിക്കലി കോവിഡ് സമയത്ത് വരുമാനം നിന്നു, റൈറ്റ്, കംപ്ലീറ്റ്ലി. നമ്മൾ ആർട്ടിസ്റ്റ് ആണ്, അപ്പം ആർട്ടിസ്റ്റ് ആകുമ്പോൾ അൺലെസ് യു വർക്ക് ദർ ഇസ് നോ മണി. ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഒരു മിസ്കൺസെപ്ഷൻ ദാറ്റ് ഐ എം കമ്മിങ് ഫ്രം എ വെരി റിച്ച് ഫാമിലി. ഐ എം നോട്ട്. മൈ ഡാഡ് ഈസ് എ സാലറി ഏർണർ, ഹീസ് നോട്ട് എ ബിസിനസ് മാൻ. ഡാഡി ഇപ്പം റിട്ടയർ ആയിട്ട് 2.5 years ആയി. So that means I'm the sole earning member of the family. And whatever daddy has is put in investments, which is not yielded any returns for the last couple of years. And because of COVID. Everyone has suffered. But am I grateful that COVID was not so bad for us? Just before COVID ആണ് 10 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അപ്പാർട്ട്മെന്റ് ഇൻ കൊച്ചിൻ ഫൈനലി കീസ് കിട്ടിയത്. ആ സമയത്ത് ഞാൻ ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് വെയിറ്റഡ് ഫോർ 10 years, ബിക്കോസ് നിങ്ങൾ വിചാരിക്കണം ലൈക്ക് യു ഷുഡ് തിങ്ക് 2008 ഞാൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയതാണ് ടുവേർഡ്സ് ദിസ് അപ്പാർട്ട്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടു ബിക്കം എ കൊച്ചിൻ റെസിഡന്റ്. 2020 ലോക്ക്ഡൌണ് ഞാൻ ആ ഒരു ഇതെല്ലാം പലതും ഞാൻ ഈ LA റെന്റ് അവിടെ പോകുന്നു. ഞാൻ അപ്പം സിംഗിൾ ഇറ്റ് വാസ് മൈ 1 bedroom ആയിരുന്നു. ആൻഡ് I was paying through my teeth, and I had to make some amendments. അങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങുന്നത്. കോവിഡിന്റെ ഇതൊക്കെ കഴിഞ്ഞ് പേരൻസ് ആയിട്ട് ഇവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. We were all in lockdown here in this apartment, and it was brand new. We had just moved in. I remember you telling me നമ്മൾ വെർച്വലി ചെയ്തപ്പോൾ you saw your home theaterൽ നിന്ന് നമ്മുടെ വീഡിയോ കണ്ടു. എനിക്ക് സന്തോഷമായി. Yeah, I plugged it to my this full setup ഒന്നും ആയിട്ടില്ല. ഫോണിൽ കേബിൾ വെച്ചിട്ട് plug in ചെയ്തിട്ട് I can see it on the big screen. So I was so happy. So these small things. Me as an independent woman who's working, who has a family that I deeply care about and want to take care of, without help from anywhere. It could be, when I come to India, I hear so many weird stories. Even if you're an independent woman, she would have taken money from some friend. Or she would have taken money from some lover, or 2-3 lovers at the same time. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്? So അത്തരത്തിലുള്ള ഒരു sort of dependence ഇല്ലാതെ I'm trying to lead and keep this in balance. I'm proud that I'm able to do it. Very good. 2022 എന്താണ് സിനിമ and your personal short term mid term goals? അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയില്ല അല്ലേ? ഗോൾസ് റെസൊല്യൂഷൻ പോലത്തെ ഗോൾസ് സംതിങ് ദാറ്റ് യു നീഡ് ടു ഡു അടുത്ത കൊല്ലം എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ലയബിലിറ്റീസ് ഉണ്ട്, വിച്ച് കോവിഡ് സമയത്താണ് ഞാൻ ലയബിലിറ്റി എടുത്ത് വെക്കുന്നത്. ദാറ്റ് ഇസ് അനദർ why would a normal person like do that, right? കോവിഡ് സമയത്താണ് ഞാൻ I am going when everything has stopped is when, so it is very nice how I do my balancing act. I'll get a roommate, rent LA half, okay, അത് half ആക്കി. പക്ഷെ ഇവിടെ അതിന്റെ 4 times അധികമുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു വെച്ചു. ഓക്കെ, അതായിരുന്നു എന്റെ 10-15 വർഷം, 15 അല്ല 20 വർഷം I have waited to buy a car. കാർ വാങ്ങിച്ചു പോയിട്ട് പോഷെ. I was waiting for a very long time. I was thinking it's green and he told me no, it's yellow. The green I think is Fahad's car. Yeah, mine is yellow. Yes, I wish I call my banana now. Banana. My baby banana. So yeah, it's yellow, it's sunshine yellow. And ആ സമയത്താണ് ഞാൻ, so what that's my way of setting a higher goal when I'm at my lowest point, financially. So yeah, it is like endondana I believe that I'm still young, I believe that I still have fire in me. The moment this lockdown lifts, ഞാൻ വീണ്ടും ആളിക്കത്തും. അതാണ് എൻ്റെ ബിലീഫ്, റൈറ്റ്? സോ I've always been like that. So if you ask me എന്താണ്, what is in me that is giving me that strength to bounce back like that, എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ ആയിരുന്നു. ഓൺലി ചൈൽഡിന്റെ ആയിരിക്കും. സിംഗിൾ ചൈൽഡ് നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്തിക്കും. അതല്ലെങ്കിൽ അത് നമ്മളെ ആക്കും ചെയ്യാൻ നമ്മളെ ആ ഒരു പുഷ് ഉണ്ട്. ഇപ്പൊ ഇറ്റ്സ് കം ടു എ പോയിന്റ് വെയർ I've tried to lean, I've tried to depend, I've tried to. ആരെ ഏറ്റവും അധികം ഡിപ്പെൻഡന്റ് മമത? ആരുടെ ഏറ്റവും അധികം ഡിപ്പെൻഡൻസ് ലൈഫിൽ? എനിക്ക് ഡിപ്പെൻഡൻസോ? മോം. അമ്മ അല്ലേ? ഓക്കെ. If at all there is any sort of dependence, it's amma. ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ആ സ്ക്രിപ്റ്റിന് ചില ഓക്കെ ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ സെക്കൻഡ് ഒപ്പീനിയൻ ആരോട്? അമ്മ. ഓക്കെ. ഇന്നത് ഡ്രസ്സ് ഇടണോ വേണ്ടയോ? അമ്മ. എല്ലാം അമ്മയാണ്. വെരി ഗുഡ്.
ella mummiya. She's my best friend. അതാണ്. So even during there is no point of mummy ആദ്യം best friend അല്ലായിരുന്നു. Okay, we all go through rebellion. Okay, that's when our rebellion നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ late teensലായിരിക്കും അല്ലെങ്കിൽ early 20sലായിരിക്കും. ആ സമയത്താണ് we deteriorate into things like head over heels in love with someone. I want to get married. All that is without thought. Reactive ആണ് അതൊക്കെ. അതൊക്കെ റിഗ്രറ്റ് ഉണ്ടോ? No regrets. I love it. I mean അങ്ങനെ ചിന്തിച്ചു പോയി എന്നുള്ള റിഗ്രറ്റ് ഉണ്ടോ? ഇല്ല, that's part of growing up അല്ലേ? അത് ചെയ്യണം. We need to do that in life. That's when പക്ഷേ you're whole. are you been എന്താ പറയാ അതിനുശേഷം റിലക്റ്റന്റ് ആണോ റിലേഷൻഷിപ്സിൽ? No. അല്ല. No. I'm not anti. But where do you see that? I love men. Very good. There are friends of mine Nelly who would ask me, babe, why are you checking that girl out? I'd be like, I check women out more than I check out men. Men are there. They're there. Okay. But then ഒരു എന്താ പറയുക ഒരു ഈ പാർട്ട് ഓഫ് ദ സെറ്റിലിംഗ് ക്വസ്റ്റൻ ആണ്. പീപ്പിൾ ടെൻ ടു എന്താ രേഖ ചോദിക്കാതെ ബട്ട് ആർ യു ലുക്കിംഗ് സീയിങ് സംവെയർ ദാറ്റ് യു ഗോയിങ് ടു ബി വിത്ത് സംബഡി? ഞാൻ കല്യാണം എന്നൊന്നും പറയുന്നില്ല, ലിവിങ് ഇൻ ഓർ എനിത്തിങ്. I'm open to all that, like things like living in. I'm open to uniting and combining my life with someone. But do I want to give it a title called marriage? No. ഇല്ല, അത് ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി മാത്രം. Society, okay, I don't care about the society. Would I have to do that for my parents' happiness? Maybe. Okay, പക്ഷേ that is going to take some time. Now, in order for the man to feel more secure only if I get married to him, then he's not the right man for me. I agree. മനസ്സിലായോ? So, am I trying to see someone right now? Yes, I am. Very good. I am. It's very difficult because you need to understand whether I'm in India or I'm in LA. Either ways or where the man is, long distance ആണ് ഞാൻ മാനേജ് ചെയ്യേണ്ടത്. ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. ബിക്കോസ് my work takes a lot of my time. So distance can mean physical distance. Distance can also mean emotional/intellectual distance. Correct. That you have with the person, right? Because we're not even able to get into conversations which are healthy when there's a long. COVID has made things worse too. So some have sustained, some have not. So have I let go of things that are the moment it affects my stress levels and my mental balance, I let go of it. And adanikoru hard choice alla to make. അത് ശരിയാ. ആ ഒരു സോൺ ആണ് സെറ്റിൽ സോൺ. Yeah, that's my settle zone. So yeah. എന്തെങ്കിലും ഇങ്ങനെ some director or somebody you want to work in 2022 or something like? വളരെ ഫ്രാങ്ക് ആയിട്ട് പറയണമെങ്കിൽ എനിക്ക് എൻ്റെ ഈ ന്യൂ ലൈഫിലില്ലേ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഐ ആക്ച്വലി ബിലീവ് മാത്രമല്ല, ചുമ്മാ ബിലീവിങ് അല്ല, ഐ ആക്ച്വലി നോ ദാറ്റ് this is when I have actually started living. എന്ന് വെച്ചാൽ എൻ്റെ ആക്ച്വൽ ലൈഫ് ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. വെരി ഗുഡ്. എൻ്റെ 20s കിട്ടേണ്ട ലൈഫൊക്കെ ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. സോ മീറ്റ് മമത മോഹൻദാസ് വേർഷൻ 2.0. 2.0, yeah, version 2.0. So yeah, one of the directors that I do hope to rekindle things with is director Rajamouli in Telugu. ആദ്യത്തെ പടം തെലുഗു ചെയ്ത രാജമൗലി സാറായിരുന്നു. ആൻഡ് ഞാൻ 10 yearsന് ശേഷം ഒരു തെലുഗു ഫിലിം ഇപ്പോൾ റീസെന്റ് ചെയ്തു. ആൻഡ് യു ആസ്ക് മീ വാട്ട് കൈൻഡ് ഓഫ് ഫിലിംസ്. ആ മൂവിയിൽ എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇത് ആക്ഷൻ. Yeah, and it's a period film. So you have to fight with swords and knives and 3 action blocks ഉണ്ടായിരുന്നു. അടിപൊളി. And fantastic role ആണ്. So I had a ball shooting for it. Yeah. കഴിഞ്ഞു ഇന്റർവ്യൂ ഇതെടുക്കട്ടെ. അല്ല ഇങ്ങനെ മാച്ചിങ്ങിന് കൊണ്ടുകൊടുക്കും ഇതൊക്കെ. നോക്കൂ, ഇത് മാച്ചിങ് ഉടുപ്പിന് മാച്ചിങ് വാട്ടർ ബോട്ടിൽ. ഇനി ഒരു സ്കൂൾ ബാഗ് കൂടി കൊടുത്താൽ മതി. എന്നിട്ട് നേരെ കിൻഡർ ഗാർഡനിൽ പോയിരിക്കുക. ഞാൻ വലിയ 2.0 അതെ ന്യൂ ലൈഫ് അതെ. അപ്പൊ ശരി, കാണാം. ബൈ. It was awesome chatting with you. അതെ.